കേംബ്രിഡ്ജിൽ നിന്നും ഹണ്ടിങ്ടണിലേക്ക് എ14 എന്ന ദേശീയപാതയുടെ പണിത്തിരക്കിലാണ് ഇന്ന് ബ്രിട്ടനുള്ളത്. പാത നിർമ്മാണത്തിനിടെ മൺമറഞ്ഞ നിരവധി വസ്തുക്കൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. 2000 വർഷം മുമ്പ് ക്രിസ്തുവിന്റെ സമകാലീനായി ജീവിച്ചിരുന്നൊരാൾ കിഴക്കൻ യൂറോപ്പിൽ നിന്നും ബ്രിട്ടനിലെത്തിയത് എന്തിനെന്ന അന്വേഷണം ചരിത്രത്തിലേക്കുള്ള ഒരു പിന്നടത്തം കൂടിയായി മാറിയിരിക്കുകയാണ്. കാരണം ഇതിലൊന്ന് അധികം നാശനഷ്ടമുണ്ടാകാതെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ട ഒരു അസ്ഥികൂടമായിരുന്നു. കേംബ്രിഡ്ജിന് സമീപത്തു നിന്നും കണ്ടെത്തിയ ഈ അസ്ഥികൂടം കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോഴാണ് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റേതാണെന്ന് കണ്ടെത്തിയത്. എന്നാൽ കണ്ടെത്തിയത് ഒരു തദ്ദേശീയൻ്റെ അസ്ഥികൂടമല്ലെന്നും മറിച്ച് കിഴക്കൻ യൂറോപ്പിൽ നിന്നും എത്തിയ മറ്റൊരു മനുഷ്യവംശത്തിലെ മനുഷ്യൻ്റേതാണെന്നുമുള്ള തിരിച്ചറിവ് ഗവേഷകരെയും അത്ഭുതപ്പെടുത്തുകയുണ്ടായി. കേംബ്രിഡ്ജ് സമീപത്തു നിന്നും കണ്ടെത്തിയ മനുഷ്യാസ്ഥികൂടത്തെ ഗവേഷകർ ഓഫോർഡ് ക്ലൂനി 203645 എന്ന വിളിപ്പേരിലാണ് വിളിക്കുന്നത്. ഹണ്ടിങ്ടണിൽ നിന്നും 4.5 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള ഗ്രാമമാണ് ഓഫോർഡ്. ഇവിടെ നിന്നാണ് ഈ പുരാതന അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. പ്രതാപകാലത്ത് പോലും റോമിനെ അംഗീകരിക്കാതിരുന്ന തെക്കൻ റഷ്യൻ പ്രദേശങ്ങളായ യുക്രൈൻ മുതൽ അർമേനിയ വരെയും പടിഞ്ഞാറൻ ഖസാക്കിസ്ഥാനും ചേർന്ന വിശാലമായ ഭൂഭാഗത്ത് ജീവിച്ചിരുന്ന ഇറാനിയൻ ഭാഷ സംസാരിച്ചിരുന്ന സാമേഷൻ എന്ന കരുത്തരായ അശ്വാരൂഢ ഗോത്രത്തിലെ ഒരു വ്യക്തിയുടെ അസ്ഥികൂടമായിരുന്നു അതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴും അദ്ദേഹം എങ്ങനെ എന്തിനു ബ്രിട്ടനിലെത്തി എന്നത് ദുരൂഹമായി തുടരുകയാണ്. അസ്ഥികൂടത്തിൽ നടത്തിയ 2 ജീനോം പഠനങ്ങൾ ഓഫോർഡ് ക്ലൂനി 203645 കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്ന് BBC-യും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഫോർഡ് ക്ലൂനിൻ്റെ ചെവിയിൽ നിന്നും പല്ലിൽ നിന്നും വേർതിരിച്ച DNA സാമ്പിളുകളിൽ നടത്തിയ പഠനമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ദുരൂഹത ഒരു പരിധിവരെ നീക്കിയത്. ലണ്ടനിലെ ഫ്രാൻസിസ് ക്രിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏഷ്യൻ ജിനോമിക്സ് ലബോറട്ടറിയിൽ ഡോക്ടർ മരിയ സിൽവ നടത്തിയ പഠനമാണ് അദ്ദേഹം ബ്രിട്ടീഷ് വംശജനല്ലെന്നും സാമേഷൻ വംശജനാണെന്നും തിരിച്ചറിഞ്ഞത്. ഓഫോർഡ് ക്ലൂനിൻ്റെ ചെവിക്കുള്ളിൽ നിന്നും ശേഖരിച്ച DNA പഠനം വഴിയാണ് ഇക്കാര്യം വ്യക്തമായത്. AD 126 AD 208 ഇടയിൽ റോം ബ്രിട്ടൻ കീഴടക്കുന്ന കാലത്ത് ഓഫോർഡ് ക്ലൂനി എന്ന അസാധാരണക്കാരനായ സാമേഷൻ വംശജൻ്റെ ബ്രിട്ടനിലേക്കുള്ള വരവിൻ്റെ കാരണം അപ്പോഴും അജ്ഞാതമായിരുന്നു. അദ്ദേഹത്തെ അടക്കുമ്പോൾ മറ്റ് അലങ്കാരങ്ങളൊന്നും കൂടെ അടക്കിയിട്ടില്ല. ഇതിൽ നിന്നും അദ്ദേഹം ഒരു സാധാരണക്കാരനോ അടിമയോ ആണെന്ന് വ്യക്തമായിട്ടുണ്ട്. ദുർഹാം സർവകലാശാലയിൽ ഓഫോർഡ് ക്ലൂനിയുടെ പല്ലിൽ നിന്നും വിഭജിച്ചെടുത്ത DNA-യിൽ നടത്തിയ പഠനം മറ്റൊരു രഹസ്യവും കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. ഓഫോർഡ് ക്ലൂനി ജീവിച്ചിരുന്നപ്പോൾ കഴിച്ചിരുന്ന ഭക്ഷണം എന്തൊക്കെയായിരുന്നു എന്നതായിരുന്നു അത്. സാമേഷൻ ജനത കഴിച്ചിരുന്ന ചോളവും റാഗിയും 6-ാം വയസ്സുവരെ ഓഫോർഡ് ക്ലൂനിയും കഴിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം കഴിച്ചത് ബ്രിട്ടനിൽ അക്കാലത്ത് യഥേഷ്ടം ലഭിച്ചിരുന്ന ഗോതമ്പായിരുന്നു അത്രേ. ഇതിൽ നിന്നും അദ്ദേഹം ഒറ്റയ്ക്കാണ് ബ്രിട്ടനിലെത്തിയതെന്നും അത് മിക്കവാറും റോമൻ അടിമയായിട്ടാകാമെന്നും ഗവേഷകർ അനുമാനിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്നുകിൽ ഒരു കുതിരപ്പടയാളിയുടെ സഹായിയോ അല്ലെങ്കിൽ ഒരു അടിമയോ ആയിരിക്കുമെന്നും ഗവേഷകർ പറയുന്നു. ഓഫോർഡ് ക്ലൂനിൻ്റെ ദുരൂഹത നീക്കിയ പഠനങ്ങൾ കറന്റ് ബയോളജിക്കൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ക്രിസ്തു ആരാണെന്ന വ്യക്തമായ പരിജ്ഞാനമില്ലാതെ അനേകരും അവനെ തേജോവധം ചെയ്തുകൊണ്ട് താനൊരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് ഘോഷിച്ച് സംതൃപ്തി അടയുന്നവർക്കെതിരെയുമാണ് വിരൽ ചൂണ്ടുന്നത്. ബൈബിളിൽ സുവിശേഷങ്ങളിലെ വിവരമനുസരിച്ച് റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ ആഗസ്റ്റ് കൈസറിൻ്റെ ഭരണകാലത്താണ് യേശു ജനിച്ചത്. അത് ഹെരോദ രാജാവിൻ്റെ മരണത്തിന് മുൻപാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹെരോദ മരിക്കുന്നത് BC 4 മാർച്ച് 13-നാണ്. ഹെരോദാവിന് ശേഷം അപ്പനേക്കാൾ ദുഷ്ടനായ മകൻ അർക്കലൈസോസ് ആയിരുന്നു യഹൂദ്യ ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് യോസേഫും കുടുംബവും ഗലീല പ്രദേശത്തേക്ക് മാറിപ്പോയത്. യേശുവിൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിനോട് പോകുമായിരുന്നുവെന്നും പറയുന്നുണ്ട്. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ അവനെ പെരുന്നാളിന് കൊണ്ടുപോയിട്ടുമുണ്ട്. AD 6-ലെ പെസഹ ഏപ്രിൽ 1-നായിരുന്നു അത്രേ. അന്നും അവൻ്റെ അമ്മയപ്പന്മാർ പതിവ് പോലെ പെരുന്നാളിന് പോയിരുന്നു. അർക്കലയോസിനെ റോം തിരികെ വിളിക്കുന്നത് അതേ വർഷം ജൂണിലാണ്. അതിനടുത്ത വർഷം യോസേഫും മറിയവും പെസഹ പെരുന്നാളിന് പോയപ്പോൾ ബാലനായി യേശുവിനെയും കൂടെ കൂട്ടുകയുണ്ടായി. അന്ന് യേശുവിന് 12 വയസ്സായിരുന്നു. BC 6-ലെ വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ യേശു ജനിച്ചുവെന്നാണ് പറയുന്നത്. ആബീബ് അഥവാ നീസാൻ മാസം 15-നാണ് പെസഹ. BC 6-ലെ എബ്രായ വർഷം പെസഹ ഏപ്രിൽ 1-നായിരുന്നു. AD 7-ലെ പെസഹ പെരുന്നാൾ മാർച്ച് 20-നും. തന്മൂലം BC 6-ലെ വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ, കൃത്യമായി പറഞ്ഞാൽ BC 6 മാർച്ച് മാസത്തിലായിരുന്നു യേശുവിൻ്റെ ജനനമെന്നും മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല യേശു ജീവിച്ചിരുന്നു എന്നതിന് തെളിവായി ബൈബിളിന് പുറത്ത് ചരിത്രരേഖകൾ ഒന്നുമില്ലെന്നും വിമർശകർ പറയുന്നുണ്ട്.
പക്ഷേ അവർക്ക് നേരെയുള്ള ചൂണ്ടുവിരലായി ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകളും കാണുന്നുണ്ട്. റോമൻ ചക്രവർത്തി വെസ്പേഷ്യസിന്റെ ഭരണകാലത്താണ് ടൈറ്റസിന്റെ നേതൃത്വത്തിൽ AD 70 ആഗസ്റ്റ് 3-ന് റോമൻ സൈന്യം യെരുശലേം കീഴടക്കി 14 ലക്ഷത്തോളം യഹൂദന്മാരെ കൊന്നൊടുക്കിയത്. റോമൻ ചക്രവർത്തി ഹാഡ്രിയാന്റെ കാലത്ത് ദൈവാലയമായി നിർമ്മാണത്തിനും വിപ്ലവത്തിനും തയ്യാറായ യഹൂദന്മാരെ 135 പേരെ നിഷ്കരുണം അടിച്ചമർത്തി യെരുശലേം വീണ്ടും ഇടിച്ചു നിരത്തി ഒരു റോമൻ നഗരിയാക്കി മാറ്റിയതായും ചരിത്രകാരന്മാരൊക്കെയും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനുശേഷവും ഇത്രയധികം ചരിത്ര തെളിവുകൾ അവശേഷിക്കുന്നത് ക്രിസ്തു എന്ന ചരിത്രസത്യത്തിന്റെ നിസ്തുലത ഒന്നുകൊണ്ട് മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രപരതയെ തെളിയിക്കുന്ന അക്രൈസ്തവരുടെ എഴുത്തുകളും നിരവധി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. യേശുവിന്റെ മരണത്തിനും 4 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച സുപ്രസിദ്ധ യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസീഫസ് എന്ന കൃതിയിൽ യേശുവിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഏതാണ്ട് ഈ അടുത്ത കാലത്താണ് യേശു എന്ന ഒരു ജ്ഞാനിയായ മനുഷ്യൻ ജീവിച്ചിരുന്നത്. മനുഷ്യൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് നീതിയായിരിക്കുമോ എന്തോ. കാരണം അദ്ദേഹം അനേകം അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നവനും സത്യത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നവരുടെ ഉപദേഷ്ടാവും ആയിരുന്നു. യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും അദ്ദേഹം വലിയൊരു സംഘത്തെ തങ്കലേക്ക് ആകർഷിച്ചിരുന്നു. അദ്ദേഹം ക്രിസ്തു ആയിരുന്നു. ഞങ്ങളുടെ പ്രാമാണികരുടെ നിർദ്ദേശപ്രകാരം പീലാത്തോസ് അദ്ദേഹത്തെ കുരിശുമരണത്തിന് വിധിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഥമ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിട്ടുകളഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം 3-ാം ദിവസം ജീവനോടെ എഴുന്നേറ്റ് വന്ന് അവർക്ക് പ്രത്യക്ഷനാവുകയും ചെയ്തു. ഇവയും മറ്റും ആയിരക്കണക്കിന് മറ്റ് അത്ഭുത വസ്തുക്കളും ദിവ്യപ്രചാരകന്മാർ അദ്ദേഹത്തെപ്പറ്റി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിനൊത്ത് ക്രിസ്ത്യാനികൾ എന്ന് പേര് ലഭിച്ച ആ ജാതി ഇന്നും അസ്തമിച്ചിട്ട് പോയിട്ടില്ല. യോഹന്നാനെക്കുറിച്ചും ഈ അധ്യായത്തിൽ പരാമർശമുണ്ട്. ക്രിസ്തു എന്ന് വിളിക്കുന്ന യേശുവിന്റെ സഹോദരനായ യാക്കോബ് കല്ലെറിയപ്പെട്ട സംഭവവും ജോസീഫസ് മറ്റൊരു അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഡൊണീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അത് AD 93-നും 94-നും മധ്യയായിരുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെപ്പറ്റി 100 കണക്കിന് കുറിപ്പുകൾ കാണാവുന്നതാണ്. എന്നാൽ ചിലർ സുവിശേഷങ്ങൾ എഴുതിയത് ക്രിസ്തുവിന്റെ മരണത്തിനും ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം AD 2-ാം നൂറ്റാണ്ടിലാണെന്നും സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഒരു സംഭവം നടന്ന് 200 വർഷങ്ങൾക്കുള്ളിൽ ലഭിക്കുന്ന രേഖകളെ ആധികാരിക രേഖകളാക്കി പ്രാചീന കാലഘട്ടത്തിൽ കരുതിയിരുന്നു. ഇതുകൂടാതെ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ 1-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ എഴുതിയതാണ്, അതായത് ക്രിസ്തുവിന്റെ മരണത്തിനു ശേഷം 40 വർഷങ്ങൾക്കുള്ളിൽ എഴുതിയതാണെന്ന് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നുണ്ട്. പുരാതന ലിഖിതങ്ങൾ അനുസരിച്ച് യേശു എന്ന വ്യക്തി യെരുശലേമിൽ 1-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ശക്തമായ തെളിവായി ഇത് നിലകൊള്ളുന്നുണ്ട്. AD 70-ൽ റോമ പട്ടാളം യെരുശലേം കീഴടക്കി ആ പട്ടണം മുഴുവൻ ചുട്ടരിച്ചു കളഞ്ഞതായി എല്ലാവർക്കും അറിവുള്ളതാണ്. അന്നുണ്ടായിരുന്ന തെളിവുകളെല്ലാം നശിച്ചു പോയതിൽ അതിശയിക്കാനൊന്നുമില്ല. ദൃക്സാക്ഷികൾ പലരും അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്.